ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയെ. ഇന്നത്തെ ഈ വർത്തമാനം ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് ഇനിയൊരു വഴിയില്ല, എല്ലാം അവസാനിച്ചു എന്ന് തോന്നി ഒറ്റപ്പെട്ടു പോയ ചിലരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വാക്കുകൾ. നിങ്ങൾ പലതും പരീക്ഷിച്ചു കാണും, പല ക്ഷേത്രങ്ങളിലും പോയി കാണും, പല പൂജകളും ചെയ്തു കാണും. എന്നിട്ടും എന്തേ നിങ്ങളുടെ കണ്ണുനീർ തോരാത്തത്? എന്തേ കടങ്ങൾ പെരുകുന്നത്? എന്തേ വിശ്വസിച്ചവർ പോലും നിങ്ങളെ ചതിക്കുന്നത്? കാരണം ഒന്നേയുള്ളൂ, നിങ്ങൾ സത്യം അറിഞ്ഞിട്ടില്ല. ഇന്ന് ഞാനിവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് നൂറ്റാണ്ടുകളായി ചില ഉപാസകന്മാർ മാത്രം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന് പുറം ലോകത്തോട് അധികം പറയാത്ത ഒരു മഹാസത്യമാണ്. കലിയുഗത്തിലെ പ്രത്യക്ഷ ദൈവമായ സാക്ഷാൽ ശ്രീ വിഷ്ണുമായ സ്വാമിയെ അത്യന്തം വേഗത്തിൽ പ്രീതിപ്പെടുത്താൻ ഉതകുന്ന ഒരു അപൂർവ ജപരഹസ്യം. ഇതൊരു സാധാരണ ഭക്തിപ്രഭാഷണമല്ല, ഇതൊരു വെളിപ്പെടുത്തലാണ്. അത്ഭുതസിദ്ധികൾ തരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാൽക്കീഴിലെത്തിക്കുന്ന ആ മഹാരഹസ്യം. ആരാണ് വിഷ്ണുമായ? പലരും തെറ്റിദ്ധരിച്ച ഒരു ശക്തിസ്വരൂപം. വെറുമൊരു മന്ത്രവാദ മൂർത്തിയായി മാത്രം ചിലർ അദ്ദേഹത്തെ കാണുന്നു. എന്നാൽ അറിയുക, കൈലാസനാഥനായ പരമശിവന്റെയും ആദിപരാശക്തിയായ പാർവതീദേവിയുടെയും ചൈതന്യം ഒന്നിച്ച വിശ്വരൂപമാണത്. മായാരൂപത്തിൽ അവതരിച്ച മഹാശക്തി. സാധാരണ ദൈവങ്ങളെപ്പോലെയല്ല വിഷ്ണുമായ. വിളിച്ച വിളിപ്പുറത്തെത്തുന്നവനാണ്. ഭക്തന്റെ കണ്ണൊന്നു നിറഞ്ഞാൽ അവിടെ ഓടിയെത്തുന്നവനാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മളിൽ പലരും സ്വാമിയെ വിളിക്കുന്നത് ശരിയായ രീതിയിലല്ല. നിങ്ങളൊരു മന്ത്രം ഉരുവിടുമ്പോൾ നിങ്ങളുടെ മനസ്സെവിടെയാണ്? 1000 തവണ മന്ത്രം ജപിച്ചാലും നിങ്ങളുടെ മനസ്സ് കടബാധ്യതയിലോ ശത്രുവിനെക്കുറിച്ചുള്ള ഭയത്തിലോ ആണെങ്കിൽ ആ ജപം ഫലം ചെയ്യില്ല. ഇവിടെയാണ് ആരും പറയാത്ത ആ രഹസ്യമിരിക്കുന്നത്. ഇത്രയും കാലം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ജപരീതികൾ ഒരുപക്ഷെ അപൂർണമായിരിക്കാം. ശരിയായ വിഷ്ണുമായ സേവ എന്നത് പുറത്തുള്ളൊരു വിഗ്രഹത്തോടല്ല നടക്കേണ്ടത്. അത് നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ ഉണർത്തലാണ്. വിഷ്ണുമായ എന്നത് ഒരു ഊർജമാണ്. ആ ഊർജോർജമാണ്. ആ ഊർജത്തെ നിങ്ങളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആവാഹിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ അറിവ് വജ്രത്തേക്കാൾ വിലപ്പെട്ടതാണ്. ഈ ജപരീതിക്ക് വേണ്ടത് ശുദ്ധമായ മനസ്സും ശരീരവുമാണ്. 41 ദിവസത്തെ വ്രതമെടുക്കാൻ സാധിച്ചാൽ അത്രയും ഉത്തമം. അല്ലെങ്കിൽ പൂർണ്ണമായ മാംസമദ്യവർജനം നിർബന്ധമാണ്. സമയമാണ് ഏറ്റവും പ്രധാനം. ഒന്നുകിൽ അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തം 3 AM മുതൽ 4:30 AM വരെ, അല്ലെങ്കിൽ സന്ധ്യമങ്ങി രാത്രി തുടങ്ങുന്ന യാമം. ഈ സമയങ്ങളിൽ പ്രപഞ്ചത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കും. ഒരു നിലവിളക്ക് കൊളുത്തിവെക്കുക. അതിലേക്ക് നോക്കിയിരിക്കുക. ഇനിയാണ് രഹസ്യം. സാധാരണ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങൾ വാക്കുകളിൽ ശ്രദ്ധിക്കുന്നു. എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭാവനയിലാണ്. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ നെഞ്ചിന്റെ മധ്യഭാഗത്തായി ഹൃദയകമലത്തിൽ കടുത്ത ചുവപ്പും കറുപ്പും കലർന്ന ഒരു അഗ്നി ജ്വലിക്കുന്നതായി സങ്കൽപ്പിക്കുക. ആ അഗ്നിക്കുള്ളിൽ സാക്ഷാൽ വിഷ്ണുമായ സ്വാമി മഹിഷവാഹനനായി കയ്യിൽ കുരുത്തോലയും ദണ്ഡും ധരിച്ച് അതീവ തേജസ്സോടെ നിൽക്കുന്നതായി കാണുക. ആ രൂപം നിങ്ങളുടെ ഉള്ളിലാണ്, പുറത്തല്ല. ഓരോ തവണ മന്ത്രം ജപിക്കുമ്പോഴും ആ ശബ്ദം നിങ്ങളുടെ തൊണ്ടയിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന ആ അഗ്നിയിൽ നിന്നാണ് വരുന്നതെന്ന് സങ്കൽപ്പിക്കുക. ഓരോ മന്ത്രവും സ്വാമിയുടെ രൂപത്തിനു ചുറ്റും ഒരു പ്രഭാവലയമായി മാറുന്നത് കാണുക. ഇനി ആ മഹാമന്ത്രം ഞാൻ പറയാം.
ഇത് വെറുമൊരു വരിയല്ല, ഇതൊരു താക്കോലാണ്. ഏകാഗ്രമായ മനസ്സോടെ ഉള്ളിലെ വിഷ്ണുമായ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഇത് ജപിക്കുക. ह्रीं विष्णुमायाय नवसाळग्रामवासिने नमो शिवाय सर्वशत्रुसंहारगाय सर्वाभीष्टवरप्रदाय मायारूपाय श्री विष्णुमाया स्वामिये नमः. ഇതാണ് ആ മൂലമന്ത്ര സങ്കല്പത്തിലുള്ള ജപം. ഇത് 108 തവണ രുദ്രാക്ഷമാല ഉപയോഗിച്ച് ജപിക്കണം. ഓർക്കുക, എണ്ണം തികയ്ക്കാൻ വേണ്ടി ധൃതിയിൽ ചൊല്ലരുത്. ഓരോ വാക്കിലും ഉള്ളിലെ സ്വാമിയുടെ രൂപം കൂടുതൽ തെളിഞ്ഞു വരണം. സർവശത്രുസംഹാരകായ എന്ന് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ശത്രുതകൾ, അത് മനുഷ്യരായാലും സാഹചര്യങ്ങളായാലും, അഗ്നിയിൽ എരിഞ്ഞുതീരുന്നത് കാണണം. അഭീഷ്ടവരപ്രദായ എന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചതായി മനസ്സിൽ കാണണം. കൃത്യം ഈ രീതിയിൽ നിങ്ങൾ ഒരു മണ്ഡലകാലം 41 ദിവസം വിഷ്ണുമായെ ഭജിച്ചാൽ, ഞാൻ ഉറപ്പുതരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളെ പുച്ഛിച്ചവർ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. അടഞ്ഞുപോയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ധനം നിങ്ങളെ തേടിയെത്തും. ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവന് എന്തും നേടാനുണ്ട്. വിശ്വാസത്തോടെ തുടങ്ങുക. സ്വാമി കൂടെയുണ്ടാകും. ഈ അറിവ് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം അറിവ് പങ്കുവെക്കുമ്പോൾ അത് വർദ്ധിക്കുകയേയുള്ളൂ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയെ. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.